പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്നെയല്ല തെരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനപ്രഘോഷണ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെയൊക്കെ മനോഭാവം പരിശോധിച്ചാൽ, അവരുടെയൊക്കെ ചിന്താഗതികളിലേക്ക് അവർ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഇതാണ്: തങ്ങളെ തെരഞ്ഞെടുത്ത ദൈവം ആണെന്നുള്ള ആ സത്യം മറന്നുകൊണ്ട്, തിരിച്ചറിയാതെ അവർ ദൈവത്തിനു വേണ്ടി ഓടുകയാണ്, ദൈവത്തിനു വേണ്ടി ധൃതിയിൽ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. അതിനുവേണ്ടിയിട്ട് അവർ ദിവസങ്ങളോളം കഷ്ടപ്പെടുന്നു, ത്യാഗങ്ങൾ സഹിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ഒരു വീഴ്ച വരുമ്പോൾ അവർ ഹൃദയം പൊട്ടി നിലവിളിക്കുന്നു. ശുശ്രൂഷ ഒന്ന് കൃപ പ്രാപിക്കുമ്പോൾ അവർ മതിമറന്ന് സന്തോഷിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പ്രിയ മക്കളെ, നിങ്ങൾ എന്നെയല്ല തെരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നീ ചെയ്യുന്ന ശുശ്രൂഷ അത് നിന്റെ യോഗ്യതയോ നിന്റെ മഹത്വമോ നിന്റെ ഗുണമേന്മ കൊണ്ടോ ഒന്നുമല്ല. അതുപോലെ ശുശ്രൂഷയിൽ ഉദ്ദേശിക്കുന്ന അഭിഷേകം കിട്ടുന്നില്ല, വളർച്ച കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്ന, ഹൃദയത്തിൽ വിങ്ങൽ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശുശ്രൂഷകരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുന്നോട്ട് വെക്കുന്ന വലിയൊരു ബോധ്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് വെക്കുന്ന വലിയൊരു ചിന്ത: പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശുദ്ധിയോടും യോഗ്യതയോടും കൂടി ആയിരിക്കുക. എനിക്ക് നിങ്ങളെ എടുത്തുപയോഗിക്കുവാനായിട്ട് നിങ്ങൾ യോഗ്യതയോടുകൂടി ആയിരുന്നാൽ മാത്രം മതി. അതികവിഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളെ തക്ക സമയത്ത് ആവശ്യമുള്ളിടത്ത് ഞാൻ എടുത്ത് ഉപയോഗിച്ചുകൊള്ളു. അതല്ലാതെ പ്രാർത്ഥനയില്ലാതെ, ഒരുക്കമില്ലാതെ, കൃപയില്ലാതെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന വെപ്രാളങ്ങളൊക്കെ വെറുതെയാണ്. എന്റെ കൃപയില്ലാതെ നിനക്ക് ചെറിയൊരു വിരൽ പോലും അനക്കാൻ സാധിക്കില്ലെന്ന് വചനം പറയുക. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയും തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, 2002, 2003, 2004 കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ നാട്ടില് നവീകരണാനുഭവത്തിലേക്ക് വന്നതിന് ശേഷം 10-40 പേര് ഉൾപ്പെടുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വളരെ തീക്ഷ്ണതയോടുകൂടി പങ്കെടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ആ അത്രയും വലിയൊരു കൂട്ടായ്മയെ നയിക്കാനായിട്ട് കൃപ ലഭിച്ച് പ്രാപ്തരായ ഒരു 3-4 ലീഡേഴ്സ് ഉണ്ട്. കാലങ്ങളോളം കാത്തിരുന്നിട്ടുണ്ട്. അവർ 4 പേരും കൂട്ടായ്മയ്ക്ക് ആദ്യമേ എത്താത്ത ഒരു ദിവസം അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ അവസരത്തിൽ, അപൂർവമായിട്ട് കിട്ടിയ അവസരങ്ങളിലൊക്കെ കൂട്ടായ്മ നയിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് കടന്നു വന്നു. എന്നിൽ കൃപയുണ്ടെന്ന് മനസ്സിലാക്കി അവർ എന്നെയും കൂടെ അവരുടെ കോർ ഗ്രൂപ്പിന്റെ അംഗമാക്കി എന്നെയും കൂടെ ആ ഒരു നേതൃത്വ നിരയിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് അവർ മനസ്സ് കാണിച്ചു. ഇന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവന്റെ നിലവിളി കേട്ട് കഴിഞ്ഞാൽ അവന്റെ വെപ്രാളം കൊണ്ട്, അവന്റെ നിലവിളി കൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് അഭിഷേകം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നത്, അടയാളങ്ങൾ സംഭവിക്കുന്നതാണ് എന്റെ ധാരണ. എന്നാൽ അത് തികച്ചും തെറ്റാണ്. അതുപോലെ തന്നെ ശുശ്രൂഷ മേഖലയിൽ ഉള്ള ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ ചുറ്റും പരിവാരങ്ങളെ ചിലർ കൊണ്ടു നടക്കും. എന്തിനാ? ഇവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവർക്ക് തിന്മയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ, തിന്മയുടെ അടി കിട്ടാതിരിക്കാനായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ട സഹോദര, നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണെങ്കിൽ, ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ എടുത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ, നിനക്ക് വേണ്ടി നിനക്ക് സംരക്ഷണമേകാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ ദൂതന്മാരെ അയക്കും, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നേതൃത്വത്തിൽ. അതുപോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളുണ്ട്, അതുപോലെ തന്നെ സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരുണ്ട്. ഇവരെല്ലാം നിനക്ക് വേണ്ടി നിനക്ക് കൃപ ലഭിക്കാൻ, അഭിഷേകം ലഭിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാതെ ഇതല്ല, ഒരുപക്ഷെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതിലുപരിയായിട്ട് ലോകമാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ, ലോകം നിന്നെ പരമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണെങ്കിൽ, അവിടെ ഇതൊന്നും നടക്കത്തില്ല. അവിടെ ഒരുപക്ഷെ ചിലപ്പം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ ഒരുപറ്റം സന്നാഹങ്ങളെയൊക്കെ കൂടെ കൊണ്ടു നടക്കേണ്ട അവസ്ഥ വരും. ചില ആളുകൾക്ക് ശുശ്രൂഷ മേഖലയിൽ അധികാരികളുടെ ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെയുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ സപ്പോർട്ട് കിട്ടത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് ശുശ്രൂഷ ചെയ്യണം. ചിലര് ശുശ്രൂഷ മേഖലയിൽ വളരെ സേഫ് സോണിലാണ്. അവര് ശുശ്രൂഷയ്ക്കായിട്ട് കാറിൽ വന്നിറങ്ങുന്നു. അന്നേരത്തേക്കിനും അവരെ ആനയിച്ച് കൊണ്ടുപോകാനായിട്ട് പരിവാരങ്ങൾ, അവരെ പുകഴ്ത്താനും സ്തുതി പാടാനും നിരവധി ആളുകൾ, അവര് സ്റ്റേജിൽ കയറുന്നു, വലിയ ആരവത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നു. അവിടുന്ന് ആവശ്യത്തിൽ കൂടുതൽ ടിയെയും അതിന് കൂട്ടത്തിൽ സ്വോത്രക്കാഴ്ചയും ഒക്കെ മേടിച്ചിട്ട് അവർ മടക്കി പോകുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, നീ ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തതെങ്കിൽ, നീ സ്വർഗത്തിന്റെ സെലിബ്രിറ്റി ആണെങ്കിൽ നിന്നെ ചിലപ്പോൾ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. ഒരാൾ പോലും ചിലപ്പോൾ നിന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല. നിന്നെ ആനയിക്കാനും നിന്റെ പിന്നിൽ ആരവം മുഴക്കാനും ഒന്നും ആരും ഉണ്ടാകത്തില്ല. നല്ലൊരു വേദി പോലും നിനക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ 10 പേരുടെ മുമ്പിലായിരിക്കും ചിലപ്പോൾ നിനക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ നീ ചിന്തിക്കുന്നതിന്റെ 1000 ഇരട്ടി മടങ്ങ് അവിടെ വലിയ വിടുതലും സൗഖ്യവും അഭിഷേകവും സംഭവിക്കും. മനസ്സിലായോ?
അതേസമയം നിന്നെ ലോകമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ലോകത്തിന് മുമ്പിൽ വലിയ കൺവെൻഷനുകൾക്ക് മാത്രം പ്രസംഗിക്കുന്ന വലിയൊരു സെലിബ്രിറ്റി ആയിരിക്കും. പക്ഷെ സ്വർഗം നിന്നെ കണ്ട പാവം പോലും ധരിക്കത്തില്ല. അവിടെ താൽക്കാലികമായ വിടുതലും ആശ്വാസവും ഒക്കെ അല്ലാതെ ഈ കലക്കവെള്ളത്തിൽ തേങ്ങാച്ചേരി ഒഴുകി പോകുന്ന പോലത്തെ ഒരു അനുഭവത്തിലുപരി ഒരു കാര്യമായ ഒരു സൗഖ്യവും വിടുതലും പാപം മാനസാന്തരം ഒന്നും സംഭവിക്കത്തില്ല. മനസ്സിലായോ? ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത് അവൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. ഏറ്റവും കൂടുതൽ ദൈവചിത്തത്തോട് ചേർന്ന് നിന്ന് സ്വർഗത്തിന്റെ കൃപ സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? പ്രലോഭകൻ ദാവീദിനെ അടിച്ച് തകർത്തതുപോലെ നിന്നെയും അടിച്ച് ദൂരക്കളയും. ഒരു സുപ്രഭാതത്തിൽ നിന്റെ അഡ്രസ്സ് പോലും ഈ ലോകത്തിലില്ലാത്ത അവസ്ഥയിലേക്ക് നീ തരം താഴ്ത്തപ്പെടും, തകർന്നു പോകുന്നു. പിന്നെ സ്വർഗത്തിന്റെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞല്ലോ. പ്രിയ സഹോദര, നിനക്ക് സ്വർഗത്തിന്റെ സെലിബ്രിറ്റി ആയിട്ട് നിനക്ക് മാറണമെങ്കിൽ, സ്വർഗത്തിന്റെ ശുശ്രൂഷകനായിട്ട് നീ നാളെ ഉയർത്തപ്പെടണമെങ്കിൽ നീ ദൈവത്തിന്റെ മുമ്പിൽ നീ നിന്റെ യോഗ്യത തെളിയിക്കണം. എന്താണ് യോഗ്യത? നിന്റെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയോട് നിന്റെ അനുഭവം വെച്ചിട്ട് നീ നിന്റെ യേശുവിനെ നിന്റെ ആ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് യേശുവിനെ നീ മഹത്വപ്പെടുത്താനായിട്ട് തയ്യാറാണ്. നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനാണെന്ന് തമ്പുരാന് ബോധ്യം വന്നു കഴിയുമ്പോൾ നിന്നെ അവിടെ നിന്ന് ഉയർത്തും. ശുശ്രൂഷ ചെയ്യാനായിട്ട് സംവിധാനങ്ങളും സന്നാഹങ്ങളും അല്ല ആവശ്യം. എല്ലാവരും പറയും ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് ടീമായിട്ട് യാത്ര ചെയ്യാൻ വാഹനമില്ല, ഞങ്ങൾക്ക് ശുശ്രൂഷ കേന്ദ്രമില്ല, ഞങ്ങൾക്ക് കീബോർഡില്ല, ഞങ്ങൾക്ക് ലാപ്ടോപ്പ് ഇല്ല, വീഡിയോ പ്രൊജക്ടർ ഇല്ല, നല്ല ക്യാമറയില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറയും. പ്രിയ സഹോദരൻ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ശുശ്രൂഷ ചെയ്യാനായിട്ട് വലിയ സംവിധാനങ്ങളോ അല്ലെങ്കിൽ നിന്റെ കൂടെ വലിയ സന്നാഹമോ അല്ല ആവശ്യം. നിനക്ക് വേണ്ടത് വിശുദ്ധിയാണ്. ആ വിശുദ്ധിയിലൂടെ ദൈവം നിന്നിൽ ചൊരിയുന്ന അഭിഷേകമാണ് ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് ആവശ്യം. ബാക്കിയെല്ലാം അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്കായിട്ട് ക്രമീകരിച്ചു തരും. നീ ആദ്യം മുന്നിട്ടിറങ്ങാനായിട്ട്, ദൈവമഹത്വത്തിനായിട്ട് ഒരു ചെറുവിരൽ അനക്കാനായിട്ട്, ഒന്ന് മുന്നിട്ടിറങ്ങാനായിട്ട് നീ മനസ്സ് കാണിച്ചു കഴിയുമ്പോൾ അവിടെ നിന്നെ വില മതിക്കുന്ന ദൈവം നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. നീ വിശ്വസ്തനാണെന്ന് അവിടത്തേക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നീ പോലും അറിയാതെ നിനക്ക് വേണ്ട സംവിധാനങ്ങളും ശുശ്രൂഷയും ദൈവം അവിടെ ഒരുക്കി തരും. ഇന്ന് ശുശ്രൂഷ മേഖലയിലുള്ള ഏറ്റവും വലിയ വേറൊരു ദുർഗതി എന്നാണെന്നറിയോ? തന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സഹശുശ്രൂഷകൻ, തന്റെ കീഴിൽ, തന്റെ ടീമിൽ, തന്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യുന്നവൻ തന്നെക്കാളും കൃപയുള്ളവനാണെന്ന് കണ്ടു കഴിയുമ്പോൾ അവനെ കയറി വരുമ്പോൾ തന്നെ കൂമ്പ് തുള്ളിക്കളയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ശുശ്രൂഷകരും ഇന്ന് അഡ്രസ് ഇല്ലാതായിരിക്കുന്നതിന്റെ ഒരു പിന്നിലെ കഥയാണ്. കൂടെയുള്ള ശുശ്രൂഷകരുടെ കണ്ണുനീരും സങ്കടങ്ങളും അത് ഇവരുടെ ഒന്നും ജീവിതത്തിലേക്ക് ചില്ലറ ശാപമല്ല കടത്തിവിട്ടിരിക്കുന്നത്. എന്നാൽ നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവകൃപയിലുള്ള ഒരു ശുശ്രൂഷകനാണെങ്കിൽ, ഒരു വചനപ്രഘോഷകനാണെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. യേശു അതാണ് കാണിച്ചു കൊടുത്തത്. എന്റെ കൂട്ടത്തിലുള്ളവർ തന്നെക്കാളും വലിയവനാകണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അതിനായിട്ട് അവരെ പഠിപ്പിച്ചു. ഇന്ന് ഞാൻ ചെയ്യുന്നതിനേക്കാളും വലിയവ നിങ്ങൾ നാളെ ചെയ്യുമെന്ന് അവിടുന്ന് അവർക്ക് വാഗ്ദാനം കൊടുത്തു. ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? ജീവിതം പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച ഒരു ശുശ്രൂഷകൻ തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ സെലിബ്രിറ്റിയാണ്. സ്വർഗത്തിന്റെ സെലിബ്രിറ്റിയാണ്. അവൻ കടന്നു ചെല്ലുന്നിടത്തൊക്കെ അനുതാപം ഉണ്ടാവും, മാനസാന്തരം ഉണ്ടാവും, വിടുതലുകൾ സംഭവിക്കും, രോഗശാന്തി സംഭവിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഇനി തീർച്ചയായിട്ടും നമുക്ക് ഒരു മൂന്നാമതൊരു പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ ഈ ശുശ്രൂഷ മേഖലയെ കുറിച്ചാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നീ നാളെ ദൈവത്താൽ എടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിന്റെ വിലയേറിയ ആ സമയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക. നീ പൂർണ്ണമായിട്ട് നിന്നെ ദൈവത്തിന് സമർപ്പിക്കുക, ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയുടെ പരിശുദ്ധാത്മാവിനെ നിറയാനായിട്ട് നീ നിന്നെ തന്നെ സമർപ്പിക്കുക. എന്നിട്ട് ക്ഷമയോടെ കാത്തിരുന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ശുശ്രൂഷകളെങ്കിലും നീ ചെയ്തു തുടങ്ങുക. ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവ ശുശ്രൂഷകരെയും വചനപ്രഘോഷകരെയും, അത് വൈദികരായാലും സന്യസ്തരായാലും അൽമായ പ്രേക്ഷിതരായാലും ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഞാൻ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഈശോയുടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ, നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, നിങ്ങളെ അവിടുത്തെ കയ്യിൽ ഒരു ഉപകരണമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.